യുഎസിന് പിന്നാലെ ന്യൂസിലാൻഡിലും ടിക്ടോക്കിന് നിരോധനം ഏർപ്പെടുത്തി. സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ന്യൂസിലാൻഡ് പാർലമെന്റ് ടിക്ടോക്കിന് നിരോധനം ഏർപ്പെടുത്തിയത്. ഇന്ത്യയടക്കം നിരവധി രാജ്യങ്ങൾ നേരത്തെ തന്നെ ടിക്ടോക്കിന് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. ഈ മാസം അവസാനത്തോടെ ടിക്ടോക്ക് നിരോധിക്കും എന്നാണ് പാർലമെന്ററി സർവീസ് രാജ്യത്തെ എംപിമാരെ അറിയിച്ചത്. ടിക്ടോക്ക് ഉപഭോക്തൃ ആക്ട് ചൈനീസ് സർക്കാരിന്റെ കൈകളിൽ എത്തുമെന്ന കാരണം പറഞ്ഞാണ് ആപ്പിന് നിരോധനം ഏർപ്പെടുത്തിയത്. പാർലമെന്റ് അംഗങ്ങൾക്ക് അയച്ച ഇമെയിലിൽ മാർച്ച് 31-ന് അവരുടെ കോർപ്പറേറ്റ് ഉപകരണങ്ങളിൽ നിന്ന് ആപ്പ് നീക്കം ചെയ്യുമെന്നും അതിനുശേഷം അത് വീണ്ടും ഡൗൺലോഡ് ചെയ്യാൻ കഴിയില്ലെന്നും വ്യക്തമാക്കുന്നു. ബ്രിട്ടനിലെ നാഷണൽ സൈബർ സെക്യൂരിറ്റി സെന്റർ സർക്കാർ ഫോണുകളിൽ നിന്ന് ടിക്ടോക്ക് നിരോധിക്കണമോ എന്ന് പരിശോധിച്ചു വരികയാണ്. കാനഡ, ബെൽജിയം, യൂറോപ്യൻ കമ്മീഷൻ എന്നിവ നേരത്തെ തന്നെ ആപ്പ് നിരോധിച്ചിരുന്നു. സൈബർ സുരക്ഷാ ആശങ്കകൾ ചൂണ്ടിക്കാട്ടിയാണ് ഈ രാജ്യങ്ങളും ആപ്പ് നീക്കം ചെയ്യാൻ ഉത്തരവിട്ടത്. സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഇന്ത്യയടക്കം നിരവധി രാജ്യങ്ങൾ നേരത്തെ ടിക്ടോക്കിന് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. യുവാക്കൾക്കിടയിൽ വളരെ ജനപ്രിയമായ ടിക്ടോക്ക് ലോകത്തിലെ ഏറ്റവും വിജയകരമായ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഒന്നാണ്. യുഎസിൽ മാത്രം 100 ദശലക്ഷത്തിലധികം ഉപഭോക്താക്കളാണ് ടിക്ടോക്കിനുള്ളത്. ടിക്ടോക്കിന്റെ യുഎസ് ഉപഭോക്താക്കളുടെ വ്യക്തിഗത വിവരങ്ങൾ കൈമാറാൻ ടിക്ടോക്കിനെയും മാതൃകമ്പനിയായ ബൈറ്റ് ഡാൻസിനെയും ചൈനീസ് സർക്കാർ ഉപയോഗിക്കുമെന്നാണ് യുഎസ് ആരോപിക്കുന്നത്. എന്നാൽ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടെന്ന ആരോപണങ്ങൾ ടിക്ടോക്ക് നിഷേധിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.